അതിൻ്റെ രൂപരേഖയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. And so we'll start with chapter 1 today. ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ തുടങ്ങുന്നതായിരിക്കും. It's a big chapter. We've got 33 verses. അതൊരു വലിയ അധ്യായമാണ്. നമുക്ക് 33 വാക്യങ്ങൾ ഈ അധ്യായത്തിനുണ്ട്. But we'll focus most of our attention on the first 7 verses. നമ്മൾ ഇന്ന് നമ്മളുടെ ശ്രദ്ധ പ്രത്യേകിച്ചും ആദ്യത്തെ 7 വാക്യങ്ങളിൽ ഊന്നിയായിരിക്കും. So if you have to, many of your Bibles might have these sections that the first 7 verses is like an introduction into why this wisdom is important, why we need to go into the book of Proverbs. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഈ ഭാഗങ്ങൾക്കൊക്കെ ഓരോ തലക്കെട്ട് വിഷയവിഭജനങ്ങൾ കാണും. ആദ്യത്തെ ഈ 7 വാക്യങ്ങൾ സദൃശവാക്യത്തിന് ഒരു മുഖവരയായിട്ടാണ് കൊടുത്തിരിക്കുന്ന. ഈ സദൃശവാക്യങ്ങളുടെ ഉദ്ദേശവും അതിൻ്റെ വിഷയ അവതരണങ്ങളും ഒക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Then when you read verses 8 to 19, it looks like there is a sort of an instruction sort of happening from a father to a son. അതിനുശേഷം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പിതാവിൽ നിന്ന് പുത്രനുള്ള ചില ഒരു നിർദ്ദേശങ്ങൾ എന്ന രീതിയിലാണ് ഈ ഭാഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. In fact, some scholars believe that these proverbs are probably the things that Solomon heard from his father David. പണ്ഡിതന്മാർ പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരു ഭാഗം ചിലപ്പോൾ ശലോമോൻ തന്റെ പിതാവായ ദാവീദിൽ നിന്ന് കേട്ട ഉപദേശങ്ങൾ ആയിരിക്കാൻ വഴിയുണ്ട് എന്ന്. And he's like sort of recorded these instructions. ഈ ഉപദേശങ്ങൾ ശലോമോന് എന്നിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കാനാണ് സാധ്യതയെന്ന്. So especially in this early section, we see a lot of this repeated, that like it's an instruction to the son, like it's "Hear my son." We see that from chapter 1 to chapter 7. We see at least once it is this repetition is there. Listen to my words, my son. That is there repeatedly. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പ്രത്യേകിച്ചും ആദ്യത്തെ 7 അധ്യായങ്ങളിൽ ആവർത്തനങ്ങൾ നാം കാണുന്നു. പ്രത്യേകിച്ചും അപ്പനിൽ നിന്ന് മകന് ലഭിക്കുന്ന ഉപദേശങ്ങൾ അത് ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക എന്ന് ആവർത്തിച്ച് ഓരോ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് കാണാം. And so when you read this, the book of Proverbs, the tendency sometimes for us is it's difficult to find a storyline in Proverbs. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ സദൃശവാക്യം നമുക്ക് വായിക്കുമ്പോൾ ഒറ്റയൊരു സന്ദേശം ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും. Somebody said that we tend to read Proverbs like a dictionary. We take something from here, one from here, one from here. We don't see. It's difficult to see any connection. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അത് നിഘണ്ടുവിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് പോലെ ആണ് സദൃശവാക്യം. അത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരി ആശയങ്ങളുടെ ഒരു ബന്ധം നമുക്ക് കാണാൻ പ്രയാസമാണ് പലപ്പോഴും. But then when we look at it, when we are starting off with Proverbs, it looks like it is starting with instruction right from the basics, like it's right from the base to a son, to a child, about growing in that wisdom. സദൃശവാക്യം നമ്മൾ ഇതിന് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് പിതാവ് മകന് കൊടുക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളാണ്. അത് തുടങ്ങുന്നത് തന്നെ അടിസ്ഥാന പാഠങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. So we'll start with the first, we can read the first 7 verses. ആദ്യത്തെ 7 വാക്യങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കുവാനും വിവേകവചനങ്ങളെ ഗ്രഹിക്കുവാനും പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കുവാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാനും
ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കുവാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. Okay, so the first verse again, it's a clarification that these are the proverbs of Solomon, son of David. ഒന്നാമത്തെ വാക്യം ഇത് ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. And so now we come straight away to verse 2 and 3. 2, 3 and 4. അതിനുശേഷം നമ്മൾ നേരിട്ട് 2, 3, 4 വാക്യങ്ങളിലേക്ക് വരികയാണ്. And so here we see these, a group of words which almost sound like they mean the same thing. We see to know wisdom and instruction, to understand words of insight, to receive instruction in wise dealing, in righteousness, justice, and equity, to give prudence to the simple, knowledge and discretion to the youth. So when we read all these verses, I mean, it sounds like it's the same word, put in different forms. 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ പല വാക്കുകളിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് തോന്നാം. But when you look at it deeply, there is some differences to it. എന്നാൽ നമ്മൾ ആഴത്തിൽ ഈ വചനങ്ങളെ പരിശോധിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. So in verse 2 it says to know wisdom and instruction, to understand words of insight. രണ്ടാം വാക്യത്തിൽ പറയുന്നത് ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കുവാനും വിവേക വചനങ്ങളെ ഗ്രഹിക്കുവാനും. So what is meant by wisdom? I think I did something sometime back on wisdom. So what is meant by wisdom? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതേക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുൻപ് പഠിച്ചതാണ്. അതുകൊണ്ട് ജ്ഞാനം എന്താണ്? Yeah, it's the application or the right use of knowledge. അത് അറിവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. I gave the example of a medical student. When they first start off, they get knowledge about what insulin is and what are the effects, side effects. But then as they start practicing, that wisdom comes on, when to use insulin, how to use it, and what are the side effects. All those things comes as they grow in that wisdom. ഉദാഹരണത്തിന് ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി ആരംഭത്തിൽ ഇൻസുലിനെ കുറിച്ച് വളരെയധികം അറിവുകൾ സമ്പാദിക്കുന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പഠനം മുന്നോട്ട് പോകും തോറും, അദ്ദേഹം വളരും തോറും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ എപ്പോഴുപയോഗിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതലായിട്ട് നേടുന്നു. In the West, here we don't have it that much. In the West, they have something called as open book exams. ഇവിടെ നമുക്ക് ഈ ഒരു പരീക്ഷാ രീതിയില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പരീക്ഷാ രീതിയുണ്ട്, പുസ്തകം തുറന്നു വെച്ചുള്ള പരീക്ഷ എഴുത്ത്. So in India it's very difficult to imagine that. No? Exam with the book open, what? നമുക്കിന്ന് ഇന്ത്യയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വളരെ പ്രയാസമാണ്. പരീക്ഷ പുസ്തകം തുറന്നു വെച്ച് എഴുതുന്നു. But those exams are very difficult. Those who have written it know how difficult it is. എന്നാൽ അങ്ങനെ എഴുതുന്ന പരീക്ഷകൾ വളരെ പ്രയാസമാണ്. അങ്ങനെ എഴുതിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. Because those questions there are testing your application of your knowledge. കാരണം ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവ് എങ്ങനെ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു പരിശോധനയാണ്. So only if you have that wisdom of how to apply that knowledge that you're going to pass that exam. നിങ്ങൾക്ക് ആ അറിവ് എങ്ങനെ ജ്ഞാനത്തോടുകൂടി ഉപയോഗിക്കാൻ കഴിയും എന്ന് അറിഞ്ഞാൽ മാത്രമേ പരീക്ഷ ജയിക്കാൻ സാധ്യതയുള്ളൂ. And very often life is like that open book exam. We have the book, you're welcome to use the book, but you should know when to use what. അതുപോലെ തന്നെയാണ് ജീവിതം പലപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അത് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത്
നമ്മളുടെ ജ്ഞാനത്തെ അനുസരിച്ച് ഇരിക്കും. So there are many, there are many brilliant people, great people who have a lot of knowledge, but they have not been wise in their life. അനേക ബുദ്ധിശാലികൾക്ക് വളരെയധികം അറിവുള്ളവരുണ്ട്, പക്ഷേ അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. And so we have, in the Bible, in the Old Testament, God used to speak through the prophets and made known His law and His word, and His wisdom is there in the scriptures. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുകയും തന്റെ ജ്ഞാനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ആ ജ്ഞാനവും അറിവുമെല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. But now in the last days He has spoken to us through His Son. ഈ അന്ത്യകാലത്ത് ദൈവം എന്നാൽ തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. And so in the epistles we always read of that, Jesus, the wisdom of God, in whom is all the treasures of wisdom are stored in Christ. അതുകൊണ്ട് ലേഖനങ്ങളിൽ നാം വായിക്കുന്നു യേശുക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെതായ എല്ലാ നിധികളും ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. And so the more we know Christ, experience Christ, the more we grow in wisdom. അതിനാൽ നമ്മൾ കൂടുതലായിട്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിയും തോറും അതിൽ ജ്ഞാനത്തിൽ നമ്മൾ വളരുകയും ചെയ്യും. And so then we come on to the next one, to know wisdom and instruction. അടുത്ത ഇതിലേക്ക് നാം വരുമ്പോൾ ജ്ഞാനം അറിയുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും. Now this word for instruction in Proverbs appears around 26 times. നിർദ്ദേശങ്ങൾ എന്ന ആ പദം സദൃശവാക്യങ്ങളിൽ 26 പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. And this word, the Hebrew word used there is musar, which literally means discipline or chasten or discipline. That's the word. ഹെബ്രായ പദമായ മുസാർ എന്ന വാക്ക് അവിടെ അക്ഷരാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശിക്ഷണം എന്ന ആ അർത്ഥത്തിലാണ്. So very few translations actually use the literal word discipline. വളരെ ചുരുങ്ങിയ പരിഭാഷകൾ മാത്രമേ ശിക്ഷണം എന്ന ആ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. Even the NASB is supposed to be very literal, but they also don't use the literal word. There's only CSB and Legacy, these two translations use it as to know wisdom and discipline. NASB ശരിയായിട്ടുള്ള ഒരു പരിഭാഷയാണെന്ന് പറയുന്നെങ്കിലും CSB, some different versions. വേറെ രണ്ട് പരിഭാഷകൾ മാത്രമേ ആ ശിക്ഷണം എന്ന പദം പരിഭാഷയിൽ ഉപയോഗിക്കുന്നുള്ളൂ. What does Malayalam say? ശിക്ഷണം. Malayalam says ഡിസിപ്ലിൻ ശിക്ഷണം. No, is it said like that? No. ഇസ്രായേൽ രാജാവ് ദാവീദിന്റെ മകനെ ശലോമിന്റെ സദൃശവാക്യങ്ങൾ. And second verse? ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കുവാൻ. Okay. So this is the same Hebrew word which is used in, for example, in Proverbs 13 verse 24, where it says that he who spares the rod hates his son, but he who loves him disciplines him diligently. So that discipline is the same Hebrew word. സദൃശവാക്യം 13-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തില് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹെബ്രായ പദമായ മുസാർ എന്ന അതേ വാക്ക് തന്നെയാണ്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പായിക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. So basically what this word is saying is that we are instructing through disciplining. അടിസ്ഥാനപരമായിട്ട് ഈ വാക്യം നമ്മോട് പറയുന്നത് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി ശിക്ഷണത്തിൽ വളർത്തുന്നു. And today in our society we use this word discipline like if someone has done something wrong, like for criminals we say we have disciplinary action, or when something is wrong, instead of punishment we say disciplinary action. നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു പദം ശിക്ഷണം എന്ന ആ പദം ഉപയോഗിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നേരെയാക്കുവാൻ വേണ്ടി
അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് ശിക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ. And people say we need to punish the child, punish the children. ആളുകൾ പറയും നമുക്ക് കുഞ്ഞിനെ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന്. But what the Bible says is the criminals need to be judged and punished, and children need to be disciplined. എന്നാൽ വേദപുസ്തകം പറയുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കുകയും കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുകയും ചെയ്യണമെന്നാണ്. That means we don't punish a child because they are upset, but we discipline them so that they learn something out of it. അതിന്റെ അർത്ഥം നമ്മൾ ഒരു കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് നാം അസ്വസ്ഥരായതുകൊണ്ടല്ല, മറിച്ച് അതിനെ ശിക്ഷണത്തിൽ വളർത്തുവാനാണ്. And that's how God, sometimes we learn best when we are disciplined by God. നമ്മൾ ചില അവസരങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ദൈവത്താൽ നാം ശിക്ഷണത്തിൽ നടത്തപ്പെടുമ്പോഴാണ്. Like in Proverbs 3 verse 11, we say, "My son, do not despise the Lord's discipline," that's the same word, "or be weary of his reproof. For the Lord reproves him whom he loves, as a father the son in whom he delights." സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷിയുകയും അരുത്. And so it's important to know that instruction often involves that aspect of being disciplined. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിർദ്ദേശങ്ങൾ എപ്പോഴും ശിക്ഷണവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന്. And this is a phrase that we will keep reading repeatedly, like in verse 7, "Fools despise wisdom and instruction." ഇതിന്റെ 7-ാം വാക്യത്തിൽ നാം തുടർച്ചയായിട്ട് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പോഷന്മാര് ഉപദേശത്തെയും നിർദ്ദേശങ്ങളെയും തുച്ഛീകരിക്കുന്നുവെന്ന്. So Proverbs is written to know wisdom and instruction, but fools will despise wisdom and instruction, or wisdom and discipline. സദൃശവാക്യം എഴുതിയിരിക്കുന്നത് ജ്ഞാനവും ഉപദേശവും സ്വീകരിക്കുവാൻ വേണ്ടിയാണ്, എന്നാൽ പോഷന്മാര് അതിനെ നിരസിക്കുന്നു. Yeah, so we know we live in an age where that word discipline is a very uncomfortable word. നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശിക്ഷണം എന്ന ആ പദം സാധാരണയായ പൊതുവെ മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നാണെന്ന്. And then as we come to the next part of it, it says to understand words of insight. അടുത്ത ഭാഗത്തേക്ക് നാം വരുന്നു, വിവേക വചനങ്ങളെ ഗ്രഹിക്കുവാനും. Yeah, so that understanding or perceiving words of insight. This has to do with discernment, of how we discern things, of how we use our God-given mind to discern things. അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഉൾക്കാഴ്ചകൾ നൽകുന്ന വചനങ്ങളെ ഗ്രഹിക്കുവാന്, ഇത് പ്രത്യേകിച്ചും ദൈവത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വിവേചിച്ച് അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. Someone said we are called to have a sanctified common sense. ആരോ ഒരാള് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സാമാന്യ ബോധം വേണമെന്ന്. Because God has given us these faculties and he expects us to use them. കാരണം ദൈവം നമുക്ക് ഈ കഴിവുകളെ, ഈ ഉപകരണങ്ങളെ എല്ലാം നൽകിയിട്ടുണ്ട്. ദൈവം എന്നിട്ട് നമ്മളിൽ നിന്ന് നാം ഉപയോഗിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു. So to understand words of insight, so we read these words of insights and then we get an understanding of that. Okay, this is what it means. ഈ ഉൾക്കാഴ്ചകളുടെ ഈ വചനം നാം മനസ്സിലാക്കി കഴിഞ്ഞ് എന്താണ് ഈ വചനം ഉദ്ദേശിക്കുന്നതെന്നും നാം ഗ്രഹിക്കുന്നു. And then as we read on, it says to receive instructions in wise dealing, in righteousness, justice and equity. അതിനുശേഷം അത് പറയുന്നത് പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കുവാനും. Okay, so again it's talking about that word instruction. It's talking about being disciplined in 3 areas.
വീണ്ടും ഇവിടെ പ്രബോധനം എന്ന വാക്കിനെ കുറിച്ച് ആണ് പറയുന്നത് 3 മേഖലകളെ കുറിച്ച്. Righteousness, justice, and equity. പരിജ്ഞാനം, നീതി, ന്യായം. Now overall, I mean, they probably all come into one group and have a related meaning. ഈ 3 പദങ്ങളും ഒരു കൂട്ടത്തിൽ, ഒരു സമാഹാരത്തിൽ വന്ന് ഏകദേശം ഒരേ അർത്ഥം ഈ പദങ്ങൾക്കുണ്ട്. So it's talking about wise dealing in righteousness. That means having the right behavior, exhibiting the right behavior. ഇവിടെ പറയുന്നത് ശരിയായിട്ടുള്ള അല്ലെ നേരായിട്ടുള്ള ഒരു സ്വഭാവ പ്രകടനത്തെ കുറിച്ചാണ്. Today again, in this age, we live in an age where there is nothing like an absolute right and wrong. That's what people say, no? There's nothing absolutely right and wrong. വീണ്ടും നാം നോക്കുമ്പോൾ നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആളുകൾ പറയും പരിപൂർണമായിട്ടുള്ള ഒരു നീതിയോ അല്ലെങ്കിൽ ഒരു തെറ്റോ ഉള്ള അങ്ങനെ ഒരു കാര്യമില്ല, എല്ലാം ഭാഗികമാണ്. If you feel it's right, okay. If you have that you feel it's right, then it's right for you. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഇതാണ് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയാണ്. As long as you don't step on my toes, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് തോന്നുന്ന അത്രയും കാലം ചെയ്തു. പക്ഷേ എൻ്റെ ആ പരിധിയിലേക്ക് അല്ലെ എൻ്റെ ആ മേഖലയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കരുത്. And but then people try to live like that, and then they invariably there is a degradation of morals and society, and everything degrades. എന്നിട്ട് ആളുകൾ അങ്ങനെ ജീവിക്കും. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അപ്പോൾ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു അധംപതനവും ഉണ്ടാകും. I remember in the West, sometime back in the previous thing, they were saying that like some places they were like, it's okay if you go into a store and steal something. I don't know if you have seen videos in the US, people just going into a store and stealing stuff and going off in broad daylight. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുകയുണ്ടായി. പാശ്ചാത്യ ലോകത്ത് ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊന്നും വലിയ കുഴപ്പമില്ല. Then somebody said, as long as it's less than some $1,000 or something, it's okay. എന്നിട്ട് ആരോ ഒരാൾ അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, $1000 താഴെയുള്ള മൂല്യമുള്ളതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. So then arbitrarily people start putting on all their this thing, okay, it's okay to do this maybe. തർക്കപരമായിട്ട് ഇന്ന് ആൾക്കാർ പിന്നെ അതേക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ഇത്ര ഉള്ളെങ്കിൽ അത് കുഴപ്പമില്ല എന്ന രീതിയിൽ. And then we see standards keep changing. One day it's something, then another day it's something else. What was forbidden years ago, now it's like the normal thing. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ധാർമ്മിക നിലവാരം മാറിക്കൊണ്ടിരിക്കും. മുൻപ് നിരോധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് അനുവദനീയമായി തീരും. But that comes because when that comes because people deny that there is a creator and that there is one lawgiver, one who has made laws in nature and who gives laws, who has separated the light from the darkness. അങ്ങനെ സംഭവിക്കുവാൻ കാരണം ആളുകൾ ഒരു സൃഷ്ടിതാവുണ്ടെന്നുള്ള കാര്യം നിഷേധിക്കാൻ തുടങ്ങുകയും ആ സൃഷ്ടിതാവ് പ്രകൃതിയിലും മനുഷ്യന്റെ ജീവിതത്തിലും നിയമങ്ങളെയും പരിധികളെയും ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ നിഷേധിക്കും. So receiving instruction in one is righteousness, then it says justice. പ്രബോധനം ലഭിക്കുന്നത് നീതിയും പിന്നെ വേറൊന്ന് ന്യായവുമാണ്. So in some versions, NKJV and all, it says judgment, in making judgment. ചില പരിഭാഷകൾ NKJV എല്ലാം പറയുന്നത് വിധി നടപ്പാക്കുന്നതിൽ, taking wise judgments in our life. നമ്മളുടെ ജീവിതത്തിൽ ജ്ഞാനത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നത്. And so whenever a believer comes to crossroads,
we often need to take decisions or make judgments. അതുകൊണ്ട് ഒരു വിശ്വാസി നാൽക്കവലകളിൽ വരുമ്പോൾ അവിടെ അവൻ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. Sometimes in our workplace we need to take judgments. We need to ensure that things are done with justice. ചില അവസരങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ട് അവിടെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. And often in those decisions we need to use the wisdom that we have learned from God's word. അവിടെ അങ്ങനെ ആ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ മിക്കപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടി. Why? Because very often what can happen is we can be biased by our own likings, by our own emotions, or and we can hear our own voice and make our own decisions. കാരണം മിക്കപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ചില തിരിച്ചു വ്യത്യാസങ്ങളിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ നമ്മുടെ തന്നെ ശബ്ദം കേട്ടിട്ട് നാം ഒരു തീരുമാനമോ ഒരു വിധിയോ നടപ്പാക്കാൻ സാധ്യതയുണ്ട്. But that might not be the judgment which is laid down in God's word. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയുള്ള ഒരു വിധി ആയിരിക്കത്തില്ല നടപ്പാക്കിയിരിക്കുന്നത്. The third word there is equity. അവിടുത്തെ മൂന്നാമത്തെ വാക്ക് തുല്യത എന്നാണ്, പക്ഷെ ഇവിടെ പരിജ്ഞാനം എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. Okay, so that's more like a principle of fairness. അത് തുല്യത, അതൊരു തുല്യതയെ കുറിച്ചുള്ള ഒരു തത്വമാണ്. And again here it is we need that wisdom, we need that instruction to be disciplined, so that what we do in life also, whatever we're doing out there is fairness in what we're doing. വീണ്ടും നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് പ്രബോധനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കുന്നു, നമ്മുടെ ശിക്ഷണം, അവിടെയെല്ലാം നമുക്ക് പരിജ്ഞാനം ആവശ്യമാണ്. Now we come to verse 4. In verse 4 you see there are two groups of people that are mentioned there. നാലാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. It says to give prudence to the simple, knowledge and discretion to the youth. ഇവിടെ പറയുന്ന അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും. Okay, what is the word in Malayalam? സിമ്പിൾ ഇവിടെ അല്പബുദ്ധികൾ എന്നാണ്. Okay. Naive. Yeah. Naive. So actually when we read simple sounds like a ലാളിത്യം, ലളിതമായ ലാളിത്യം. That sounds like a nice thing, no? He's a very simple person. Yeah, so maybe naive, or if you want to be a little more harsh, like ignorant, that is a word, that we can use. So it says here, there are two groups. One is the naive and the other one is the youth. ഇവിടെ രണ്ട് കൂട്ടം ആൾക്കാരാണുള്ളത്. ഒന്ന് അല്പബുദ്ധിയും രണ്ടാമത്തേത് ബാലൻ എന്നാണ് പറഞ്ഞത്. യൂത്ത് എന്ന് പറയുമ്പോൾ യൗവനമാണ്. So one is ignorant and the other one is inexperienced. ഒരു കൂട്ടര് അവർക്ക് ജ്ഞാനം കുറവ്, അറിവില്ലാത്തവരാണ്. രണ്ടാമത്തെ കൂട്ടര് അവരും inexperienced, അവർക്ക് അനുഭവം ജ്ഞാനം കുറവാണ്. And we all start with at that point, right? We all start without knowledge, we all start without experience. നമ്മളെല്ലാം അങ്ങനെയാണ് തുടങ്ങുന്നത്. നമുക്ക് ആർക്കും വലിയ അനുഭവത്തിലല്ല നാം തുടങ്ങുന്നത്, അതുപോലെ വലിയ അറിവ് ഉള്ളവരായിട്ടുമല്ല ആരംഭിക്കുന്നത്. But it's how do we grow from there that is important. എന്നാൽ ആ ഒരു സ്ഥലത്തു നിന്നും നാം എങ്ങനെ വളരുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ടുള്ളത്. So to give prudence to the simple, വിവേകം അല്പബുദ്ധിക്ക് അല്ലെ സൂക്ഷ്മ ബുദ്ധി നൽകുന്നതിന്, to give prudence to the simple. So especially when we starting out, in this big bad world, what we need is prudence. ഈ
വലിയ ഒരു ലോകത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അറിവാണ്, അല്ലെങ്കിൽ വകതിരിവാണ്. See, if you don't have prudence, if you don't have that prudence, we can make wrong decisions. We can be easily deceived. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവേകമില്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും തെറ്റായിട്ടുള്ള വഴികളും തിരഞ്ഞെടുക്കാൻ പറ്റും. Because you don't have that, what do you say, that knowledge base is not there, and so people can easily fool you and deceive you. നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവും വിവേകവും നമുക്കില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ കബളിപ്പിക്കുവാൻ പറ്റും. Especially in the north of our country, there are many people who don't know how to read and write. പ്രത്യേകിച്ചും നമ്മളുടെ രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ അനേകർക്ക് എഴുത്തും വായനയും അറിയാത്തവരുണ്ട്. And so because of that, the others can take advantage of them, deceive them. അത് കാരണം മറ്റുള്ളവർക്ക് അവരെ വഞ്ചിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. I remember there was this one video which I saw of this lady is going, she's worshipping their temple and all. She has no knowledge. This is a very, what do you call that, illiterate lady has come into the temple and all, and she just doesn't know what to worship also there. And they had kept, I don't know if you see that dustbin of that rabbit, big bunny rabbit with the and kangaroo and with the pouches, this thing. And she started worshipping that also, the dustbin. ഞാൻ ഇങ്ങനെയൊരു വീഡിയോ കാണുവാനിടയായി. ഒരു അക്ഷരജ്ഞാനം, ഒരു അറിവില്ലാത്ത ഒരു സാധാരണ സ്ത്രീയെ ആരാധിക്കുവാനായി കടന്നു വന്ന് അവർക്ക് എന്താണ് ഏതാണ് എന്നൊരു യാതൊരുവിധ അറിവില്ലായിരുന്നില്ല. അവിടെ കണ്ടതിനെ എല്ലാം അവർ ആരാധിച്ചു. അവിടെ കണ്ട് ഈ വേസ്റ്റ് എല്ലാം ഇടാൻ വേണ്ടി വെച്ചിരുന്ന പെട്ടിയും അതും അവര് തൊട്ട് നമസ്കരിച്ച് ആരാധിച്ചു. So those are different levels of, what do you call, naivety and ignorance, and God wants us to grow our in prudence, in knowledge, so that we are not deceived. അത് കാണിക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള അല്പബുദ്ധിയും അജ്ഞതയുമാണ്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം പടിപടിയായിട്ട് വളർന്ന് ജ്ഞാനം പ്രാപിക്കണമെന്നാണ്. And so through the Proverbs you're going to see this call to the simple and to the naive. Come and get wisdom. Come and get knowledge and wisdom. ഈ സദൃശവാക്യത്തിലൂടെ ഒരു വിളി നമുക്ക് കാണാൻ കഴിയും. വന്ന് ബുദ്ധിയും ജ്ഞാനവും വിവേകവും പ്രാപിക്കുവാനും. So like verse 22 it says in the same chapter, how long, O simple ones, will you love being simple? 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഓഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. I think Malayalam is a little more forceful, no? English sounds like, how simple, how long will to be simple? It sounds little, yeah, but naive. How long will you be ignorant? നിങ്ങൾ എത്ര നാള് ബുദ്ധിഹീനരായിരിക്കും. And so for us it's so important, especially when we have the word of God, that we are studying the word of God and growing in the knowledge, so that we can take decisions that will not lead to harm. നമുക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നാം ദൈവവചനം പഠിക്കുമ്പോൾ ആ ദൈവവചനം പഠനത്തിലൂടെ അറിവ് ജ്ഞാനം നേടി നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം നമ്മുടെ തീരുമാനത്തിൽ തെറ്റിപ്പോകാതിരിക്കുവാൻ. Yeah, and again it says knowledge and discretion to the youth. വീണ്ടും പറയുന്നത് വിവേകവും വകതിരിവും യൗവനക്കാർക്ക് നൽകുവാൻ. So again in Hosea 4 verse 6 we have that verse, no, my people perish from a lack of knowledge. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, എൻ്റെ ജനം അറിവില്ലാത്തതിനാൽ ജ്ഞാനമില്ലാത്തതിനാൽ നശിച്ചു പോകുന്നു എന്ന്. Again I remember when we were in Robertsganj, there was a whole village
that has never been immunized. There was a whole village that had not been immunized. Children have not received any immunization. Adults have not received anything. The children have not received anything. ഞങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുകയാണ്. റോബർട്ട്സ് ഗഞ്ചിൽ എന്ന സ്ഥലത്തായിരുന്നപ്പോൾ അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ആരും പ്രതിരോധ മരുന്നുകളൊന്നും എടുത്തിട്ടില്ല. മുതിർന്നവരും എടുത്തിട്ടില്ല, കുഞ്ഞുങ്ങളും എടുത്തിട്ടില്ല. And so these people had no knowledge about vaccination. ഈ അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നു പ്രതിരോധ മരുന്നുകളെ കുറിച്ച്. And that district health coordinator had no knowledge about these people being there. അവിടെ ആ ജില്ലാ ആരോഗ്യ പരിപാലനത്തെ മേൽനോട്ടം വഹിക്കുന്ന ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചും ഒരറിവും ഇല്ലായിരുന്നു. So only when the community health went and found these people and told them, then they said, where did you find these people? That they came to have that knowledge. അവിടേക്ക് ഈ സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ഇങ്ങനെയൊരു കൂട്ടത്തെ കണ്ടെത്തി അവരെ കുറിച്ചുള്ള വിവരം അറിയിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പോലും. And we can apply that in our lives. Like, are we growing in our knowledge of God, and are we applying that to our lives? ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയും. നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടത്, നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ജ്ഞാനത്തിലും വളർന്ന് അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ടോ എന്ന്. And now coming to verse 5, it says, let the wise hear and increase in learning, and the one who understands obtain guidance. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കുവാനും. So what is the saying? Let the wise hear and increase in learning. ഇവിടെ എന്താണ് പറയുന്നത്? ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാൻ. So what it means is the person who is really wise. ഇത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വ്യക്തി യഥാർത്ഥമായിട്ടും ജ്ഞാനി ആയിരിക്കുമ്പോൾ he'll realize that there's so much more that he needs to know. വാസ്തവമായിട്ടും ഈ വ്യക്തി ജ്ഞാനിയാണെങ്കിൽ അവൻ ഈ ഒരു തിരിച്ചറിവുണ്ടായി ഇനിയും അനേക കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. A wise person is always learning. ഒരു ജ്ഞാനി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. We have a professor in medicine, so this person is so knowledgeable. It's like probably has 10 times the knowledge of the other professors. ഞങ്ങളെ വൈദ്യശാസ്ത്രത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകന് അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹം അറിവുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റ് അധ്യാപകരെക്കാളും 10 ഇരട്ടി അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. But then when he goes for a talk, after the talk he'll be very excited. He said, oh, we learned so many new things. I learned all these things today. അതിനുശേഷം ഏതെങ്കിലും ക്ലാസ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ കോൺഫറൻസിന് പോകുമ്പോൾ അദ്ദേഹം പറയും, ഇതിന് ശേഷം അദ്ദേഹം വളരെ ഉത്സാഹഭരിതനായിട്ട് പറയും, ഇന്ന് ഞാൻ അനേക കാര്യങ്ങൾ പഠിച്ചു എന്ന്. And that is the quality of a person who's wise. He's wants to learn more. He realizes that he has not learned a little. But if someone says, I know everything, that person doesn't know anything. ഇതാണ് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതൽ എപ്പോഴും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു അജ്ഞനായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എല്ലാം തനിക്ക് അറിയാമെന്ന് ഭാവിക്കുകയും ഒന്നും അറിയുകയും ഇല്ലായിരിക്കും. So how much more true it is with spiritual things, with things about God, that we have not even touched the tip. There's so much more that is there. We're just at the base, little we have understood. ഇത് എത്ര അധികമായിരിക്കും ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. ഈ ആത്മീയ കാര്യങ്ങളിൽ നാം അതിൻ്റെ ഏറ്റവും അടിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകൾ തട്ടിൽ കാണുന്ന ആ ഒരു അതിൻ്റെ ആ അറ്റം പോലും നമ്മൾ തൊട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. Yeah. And then we come to verse 7,
which is probably the key verse that we have, is the fear of the Lord is the beginning of knowledge. Fools despise wisdom and instruction. ഇതിനുശേഷം നാം 7-ാം വാക്യത്തിലേക്ക് വരുന്നു. ഈ 7-ാം വാക്യമാണ് സദൃശവാക്യത്തിന്റെ താക്കോൽ വചനം. ഈ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. And that progresses on to Proverbs 9 verse 10, where it says the fear of the Lord is the beginning of wisdom. അത് 9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നു യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. And then it progresses to 15 verse 33, where it says the fear of the Lord is instruction in wisdom. അവിടെ നിന്ന് അത് പുരോഗമിച്ച് 15-ാം അധ്യായത്തിൽ അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവാഭക്തി ജ്ഞാനോപദേശമാകുന്നു. So starts with the fear of the Lord is the beginning of knowledge, fear of the Lord is the beginning of wisdom, fear of the Lord is instruction in wisdom. അത് ഇവിടെ ഇങ്ങനെ ആരംഭിക്കുന്നു: യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവാഭക്തി fear of the Lord is beginning of knowledge, fear of the Lord is beginning of wisdom, fear of the Lord is instruction in wisdom. യഹോവാഭക്തി അറിവിന്റെ ആരംഭമാകുന്നു, ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവാഭക്തി പ്രബോധനത്തിന്റെ ആരംഭമാകുന്നു. So it's like from beginning to the end, it's like the beginning of knowledge. So knowledge is the foundation. Without knowledge there's no question of having the wisdom, right? If wisdom is application of knowledge, you need to have knowledge to apply that. So fear of the Lord is right there, even that the basics of knowledge come with the fear of the Lord. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അല്ലെ തുടക്കം എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്. ആ യഹോവ ഭക്തിയിൽ നിന്നും അറിവിൽ നിന്നുമാണ് ജ്ഞാനത്തിലേക്ക് വരുന്നത്. ജ്ഞാനം നാം പ്രാവർത്തികമാക്കുന്നതും ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. Just think, when we start having the fear of God in our lives, the knowledge we seek will also be a different knowledge. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഹോവ ഭക്തി ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ആ അറിവും വ്യത്യസ്തമായിരിക്കും. We start seeking after the true knowledge. നമ്മൾ യഥാർത്ഥമായിട്ടുള്ള അറിവ് അന്വേഷിക്കുവാൻ തുടങ്ങും, അതിന്റെ പിന്നാലെ പോകുന്നു. Person who doesn't fear God also might be, reading into trying to gain knowledge, but he be taking the knowledge from all the wrong sources. ദൈവത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയും അറിവ് അന്വേഷിക്കും, പക്ഷെ ആ വ്യക്തി തൻ്റെ അറിവ് സമ്പാദിക്കുന്നത് തെറ്റായിട്ടുള്ള മേഖലകളിൽ നിന്ന് ആകാൻ സാധ്യതയുണ്ട്. So the fear of the Lord is beginning of knowledge, and then is the beginning of wisdom. That application also comes with the fear of God. യഹോഭക്തി എന്നാൽ അറിവിന്റെ ആരംഭമാണ്, ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അത് പ്രായോഗികമാക്കുന്നതും ഭയത്തിൽ നിന്നാണ്. And finally, even that understanding or growing in that wisdom and maturing in that wisdom comes with the fear of the Lord. അവസാനമായിട്ട് ആ ജ്ഞാനത്തില് വളരുന്നതും അതില് growing in that wisdom. ആ ജ്ഞാനത്തിൽ വളരുന്നതും ഈ യഹോവ ഭയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. Okay, so we will just you can go back and read these remaining two sections. Good thing about Proverbs is, how many Proverbs is there? 31, no? Tomorrow is the first. If you read according to the day, if you read a proverb, only thing August is 30 days only. It's okay. September. August 30 August is 31. June. Sorry. June. So okay, then you got it exact. So you can read one proverb a day. So by the end of the month you will finish. One chapter a day, and you will finish the whole chapter, whole book at the end of the month. മടങ്ങിപ്പോയി ഈ സദൃശവാക്യങ്ങൾ ഓരോ ദിവസവും, നാളെ 1-ാം തീയതിയാണ്, ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച് വായിക്കുകയാണെങ്കിൽ മാസത്തിന്റെ അവസാനം 31 അധ്യായവും വായിച്ച് സദൃശവാക്യം പൂർത്തീകരിക്കുവാൻ കഴിയും. So I just want to verse 8 and 9
it says, "Hear my son, your father's instruction, and forsake not your mother's teaching, for they are a graceful garland for your head and pendants for your neck." 8-9 വാക്യങ്ങൾ. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പിളിയും ആയിരിക്കും. So that verse 8 and 9 is, it's like an exhortation to children to listen to father's instruction and not to forsake the mother's teaching. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു നിർദ്ദേശമാണ്. അപ്പൻ്റെ പ്രബോധനവും അമ്മയുടെ ഉപദേശവും നിരസിക്കരുത് എന്നതിനെക്കുറിച്ച്. Why? Because the time will come, verse 10, when they will leave home and then sinners will start enticing them. Verse 10, "My son, if sinners entice you, do not consent." അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഒരു സമയം വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയും പാപികൾ അവനെ വശീകരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് 10-ാം വാക്യം പറയുന്നത്, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. And verse 11 says, they are inviting, they say, "Come, let us do this. Come with us. Let us lie in wait for blood. Let us do this. Let's plunder them. Let's get this by unfair means." So it's all these things, an invitation to do wrong. അതിനാൽ 11-ാം വാക്യത്തിൽ നാം കാണുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളോടുകൂടെ വരിക, രക്തത്തിനായിട്ട് നമുക്ക് പതിയിരിക്കാം, നിർദോഷിയെ കാരണം കൂടാതെ പിടിക്കുക, ഇങ്ങനെയുള്ള ദുഷ്ടത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടം. Verse 19 says, "Such are the ways of everyone who is greedy for unjust gain. It takes away the life of its possessors." 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. So it's saying, child, this is the instruction your father and mother which has given you at home. You need that, and be aware when you leave home of how sinners are going to entice you. ഇവിടെ പറയുന്നത്, മകനെ, നിന്റെ അപ്പനും അമ്മയും വീട്ടിൽ തന്നിരിക്കുന്ന ഉപദേശവും പ്രബോധനവും നിനക്ക് ഇതാണ്. എന്നാൽ വീട്ടിൽ നിന്ന് നീ പുറപ്പെട്ടു പോയി കഴിയുമ്പോൾ നിന്നെ പ്രലോഭിപ്പിക്കുന്ന വശീകരിക്കുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. അതിന് നീ വീണു പോകരുത് എന്നാണ്. And then the next section 20-33 is like wisdom is personified. It's like a person who is sending out an invitation. 22 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത്, ഇവിടെ ജ്ഞാനത്തെ ഒരു വ്യക്തിയായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. And what is interesting in this is, that there is a time to which we should respond to wisdom. ഇവിടെ കാണുന്ന ഏറ്റവും താല്പര്യകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയമുണ്ട് നാം ജ്ഞാനത്തോട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്ന്. Verse 32 says, "For the simple are killed by their turning away, and the complacency of fools destroy them." 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഓഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. What that says is that if people don't respond in time to wisdom, they are destroyed because they have not responded to that call. So wisdom is calling out. He's saying that, see, there is this is the time you need to respond to wisdom. If you don't respond now, then you might reach a point of no return. ജ്ഞാനം ഇവിടെ വിളിക്കുകയാണ്. ആ ജ്ഞാനം വിളിക്കുമ്പോൾ ആ സമയത്ത് പ്രതികരിക്കുന്നില്ല എങ്കിൽ ഒരു സമയം വരും, ആ ജ്ഞാനത്തോട് പ്രതികരിക്കാത്തതിനാൽ അവര് നശിപ്പിക്കപ്പെട്ടു പോകുവാൻ ഇടവരും. It's like sometimes we tell our patients, we tell our diabetic patients, they'll repeat it again and again. You need to control your sugars, otherwise your kidney will be damaged, your eyes will be damaged. And so if they say that, and then after 20-30 years, if they have not paid any attention, and then once it is gone, then we say, "I'm sorry, you should have listened when we told you those words of wisdom." അത് ഇങ്ങനെ ചില അവസരത്തിൽ ഡോക്ടർ പ്രമേഹ രോഗിയോട് പറയും, നിങ്ങൾ
വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കരുതണം. പക്ഷെ അവർ ഒരു കരുതലും എടുക്കാതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് 10-30 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ കിഡ്നിയൊക്കെ നശിച്ചു കഴിയുമ്പോൾ, അവർ വന്നു കഴിയുമ്പോൾ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ വരികയില്ലായിരുന്നു. How much more important then that we have, the words of wisdom in the book of Proverbs, in the Bible, and if we sort of heed to it in time, then there won't be regret later. അങ്ങനെയാണെങ്കിൽ എത്രയധികമായിട്ടാണ് സദൃശവാക്യത്തിലും ദൈവവചനത്തിലും നാം കാണുന്ന ആ ജ്ഞാനത്തിൻ്റെ വിളിയോട് സമയത്ത് നാം പ്രതികരിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രതികരിക്കുന്നില്ല എങ്കിൽ പിന്നീട് നാം ദുഃഖിക്കേണ്ടി വരും. So because with God, in Christ there's always forgiveness, right? We are always forgiveness, but sometimes we can't undo the consequences of what has happened. തീർച്ചയായിട്ടും എപ്പോഴും ക്രിസ്തുവിൽ പാപക്ഷമയുണ്ട്. എന്നാൽ ചില അവസരത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകുള്ളൂ. അതിനെ മാറ്റിക്കളയാൻ പറ്റത്തില്ല. So Christ forgives us, but then sometimes we can't undo. We'll regret that, oh, this happened, I didn't act wisely, and because of that, this has happened. And sometimes there'll be only regrets. തീർച്ചയായിട്ടും കർത്താവ് നമ്മോട് ക്ഷമിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെ നമുക്ക് മാറ്റുവാൻ കഴിയത്തില്ല. അതേക്കുറിച്ച് നാം ദുഃഖിക്കുമായിരിക്കും. So as we meditate and study the book of Proverbs, hopefully we can do it every day. May those words become a part of our lives. May it give us wisdom and with the fear of God, and let me apply it to our lives. നമ്മൾ സദൃശവാക്യം പഠിക്കുമ്പോൾ ഓരോ ദിവസവും ഇത് ധ്യാനിച്ച് ഈ പഠനത്തിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിൽ വളരുകയും ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. May His name be praised. അവൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ.